ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പാർക്കിംഗ് ടെസ്റ്റിനെ പറ്റിയാണ്, അഥവാ ദുബൈയിൽ നടക്കുന്ന RTയുടെ സ്മാർട്ട് യാർഡ് ടെസ്റ്റിനെ പറ്റി. ഇതിൽ ആകെ മൊത്തം 5 മെനൂവേഴ്സ്, അതായത് 5 സ്റ്റൈൽ ഓഫ് പാർക്കിംഗ് ആണ് ഉള്ളത്. സ്ലോപ്പ് പാർക്കിംഗ്, എമർജൻസി ബ്രേക്ക് പാർക്കിംഗ്, പാരലൽ റിവേഴ്സ് പാർക്കിംഗ്, ഗാരേജ് പാർക്കിംഗ് അഥവാ 90 ഡിഗ്രി റിവേഴ്സ് ഗാരേജ് പാർക്കിംഗ് എന്നും പറയും. പിന്നെ അവസാനം ആംഗിൾ പാർക്കിംഗ്, അതായത് ആംഗിൾ പാർക്കിംഗ് 60 ഡിഗ്രി ഫ്രണ്ട് സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ റൂൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടെസ്റ്റിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പാർക്കിങ്ങും നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. പക്ഷേ നിങ്ങൾ ഫെയിലായാലോ? ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ടെസ്റ്റിന് വരുമ്പോൾ ആ ഫെയിലായ പാർക്കിംഗ് മാത്രം ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ടെസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിനകത്ത് കുറേ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ഇമ്മീഡിയറ്റ് ഫെയിൽസും ഉണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്വാളിഫൈഡ് ആവും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫെയിൽ ആകും. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞു തരാം. ഒന്നാമത്, ടെസ്റ്റ് നടക്കുമ്പോൾ നിങ്ങൾ ഡോർ അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡോർ തുറന്നാൽ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ്. സെക്കൻഡ്, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ അഥവാ ടെസ്റ്റ് കഴിയും മുമ്പ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഊരിയാൽ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ്. മൂന്നാമത്, നിങ്ങളുടെ മാക്സിമം സ്പീഡ് 35 km/h ആണ്. അതിൽ കൂടുതൽ പോയാൽ ഡിസ്ക്വാളിഫൈഡ് ആവാം. നാലാമത്, നിങ്ങൾ ആക്സിഡൻറ്റിൽ ഏർപ്പെട്ടാൽ. അഞ്ചാമത്, മാനുവൽ കാർ ആണെങ്കിൽ ക്ലച്ച് നല്ലപോലെ യൂസ് ചെയ്യാതെ 3 തവണ വണ്ടി നിർത്തിയാൽ. ആറാമത്, ആകെ 5 പാർക്കിങ്ങിനും മൊത്തം 20 മിനിറ്റ്സ് ആണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്, സേഫ്റ്റി കാരണത്താൽ നിങ്ങൾ ആക്സിലേറ്റർ 3000 RPM മുകളിൽ പോയാൽ എൻജിൻ തനിയെ ഓഫ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും 3000 RPM മുകളിൽ പോകല്ല്. അഥവാ വണ്ടി സെൻസർ മാർക്ക് റീഡ് ചെയ്തില്ലെങ്കിൽ, ഇതിനകത്ത് ഇവിടെ എല്ലാം സെൻസറാണുള്ളത്, സെൻസറിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകുമ്പോൾ അത് റീഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ മെനൂവർ ചെയ്യാതെ അടുത്ത മെനൂവറിലേക്ക് പോകണം. അത് ചെയ്തതിന് ശേഷം വീണ്ടും ഈ വിട്ടുപോയ മെനൂവർ, അതായത് ഈ ടെസ്റ്റ് വീണ്ടും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടി അഥവാ നിന്ന് പോയാൽ നിങ്ങൾ ഗിയർ P, വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ഗിയർ Pയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതായത് പാർക്കിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂട്രലിലേക്ക് N അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും വണ്ടി റീസ്റ്റാർട്ട് ചെയ്യുക. ചില ആൾക്കാർക്ക് അങ്ങനെ കുറേ അങ്ങനെ സംഭവങ്ങൾ പറ്റാറുണ്ട്. വണ്ടി ഓട്ടോമാറ്റിക് അങ്ങ് നിന്ന് പോകും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകും. അവസാനമായിട്ട് പറയാമെങ്കിൽ, ഈ വീഡിയോയിൽ ഞാൻ പരമാവധി നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് റെഫറൻസ് പോയിൻറ്റിനെ പറ്റി ചോദിക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ റൂൾസ് എല്ലായിടത്തും ഒന്നാണെങ്കിലും, ഇതെല്ലാം RTയുടെ റൂളാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളുടെ സ്കൂളിനനുസരിച്ച് ഈ റെഫറൻസ് പോയിൻറ്റിന് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്ട്രക്ടറുമായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്മാർട്ട് യാർഡ് ടെസ്റ്റിൽ രജിസ്റ്റർ ചെയ്താൽ സമയത്തിന് തന്നെ പോകുക. എക്സാമിന് നിങ്ങളുടെ ID ഒക്കെ ചെക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറയും. സമയമാകുമ്പോൾ നിങ്ങൾ വണ്ടിയിലേക്ക് പോകാൻ പറയും. നിങ്ങൾ വണ്ടിയിൽ കയറിയതിന് ശേഷം ആദ്യം നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മുമ്പോട്ടും പുറകോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുമൂലം നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് കിട്ടും? നിങ്ങൾക്ക് ശരിയായ പെഡൽസ് ആൻഡ് ബ്രേക്കിലേക്ക് നിങ്ങൾക്ക് ഈസിയായി കാലെത്താൻ സാധിക്കും. എന്നിട്ട് സൈഡ് കണ്ണാടി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടെയിൽ ലൈറ്റ് ഇതുപോലെ കണ്ണാടിയുടെ മുകളിൽ വന്ന് നിൽക്കണം, ഇതുപോലെ. എന്നിട്ട് ഡോർ ഹാൻഡിൽ കണ്ണാടിയുടെ താഴേക്ക് വന്ന് ഇതുപോലെ നിൽക്കണം. എന്നിട്ട് സെൻറ്റർ മിററും അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച്. എന്നിട്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. ടെസ്റ്റ് കഴിയും വരെ ഇത് ഊരാൻ പാടില്ല. ഇത് ഊരി കഴിഞ്ഞാൽ ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ ക്യാമറ നോക്കി തംസ് അപ്പ് ചെയ്യുക. ഇത് ഒരു കമ്പൽസറി തിങ് അല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റെഡി ആകുമ്പോൾ ടാബിൽ നിന്ന് ഓട്ടോമാറ്റിക് ശബ്ദം വരും, എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ, ഇതുപോലെ. Examination started.
Please drive to start point. റിവേഴ്സ് ഗിയർ ഇടുക, മിറർ ചെക്ക് ചെയ്യുക, ഹെഡ് ചെക്ക് ചെയ്യുക, എല്ലാ ഇടത്തും നോക്കുക. സേഫ് ആണെന്ന് ഉറപ്പായാൽ പതിയെ റിവേഴ്സ് ചെയ്യുക. സേഫ്റ്റി ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ഉണ്ട്, സെൻസറുണ്ട്. ഇതാണ് നമ്മുടെ പാസ് ആൻഡ് ഫെയിൽ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മിറർ ചെക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ചെയ്യണം, ഹെഡ് ചെക്ക് ചെയ്യണം. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ടിയുടെ ടെസ്റ്റ് ഒന്നാണെങ്കിലും സ്കൂള് വേറെ ആകാം. സോ റിവേഴ്സോ ഫോർവേഡോ ആകാം വണ്ടി. അതിനനുസരിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യുക. അതുപോലെ ഈ പാർക്കിംഗ് എല്ലാം ഓർഡർ വൈസ് അല്ല. ഡ്രൈവിംഗ് സ്കൂളിനനുസരിച്ച് പാർക്കിംഗ് മെനൂവേഴ്സിൻ്റെ ഓർഡർ മാറാം. സോ ടെസ്റ്റിന് പോകും മുമ്പ് അല്ലെങ്കിൽ പാർക്കിംഗ് ക്ലാസ് എടുക്കുമ്പോൾ പാർക്കിംഗ് മെനൂവേഴ്സിൻ്റെ ഓർഡർ വൈസ് ലിസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പാർക്കിംഗ് സ്ലോപ്പ് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ടെസ്റ്റിനെ കുറിച്ച് ആദ്യം നോക്കാം. ഈ പാർക്കിങ്ങിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഈ ഒരു സ്ലോപ്പിൽ വണ്ടി 2 വരയുടെ നടുവിൽ ഇങ്ങനെ നിർത്തുക. എന്നിട്ട് വണ്ടി പുറകിൽ വരാതെ മുമ്പോട്ടെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്ലോപ്പ് പാർക്കിംഗ് ബേയുടെ അരികിൽ ഇതുപോലെ എത്തുമ്പോൾ ടാബ് അനൗൺസ് ചെയ്യും. പറഞ്ഞ ടാബിൽ നിന്ന് ഒരു സൗണ്ട് വരും ഇതുപോലെ. This is the slope test. ഈ ടെസ്റ്റിന് ആകെ സമയം അനുവദിച്ചിട്ടുള്ളത് 90 സെക്കൻഡ്സ് ആണ്. 90. ഇതുപോലെ ഫ്രണ്ട് ബമ്പർ വൈറ്റ് ലൈൻ കടന്നാൽ ടൈം സ്റ്റാർട്ടാകും. ഈ ഫ്രണ്ട് ലൈൻ വണ്ടിയുടെ ഫ്രണ്ട് വിൻഡ് സ്ക്രീനിൻ്റെ അടിയിൽ ഇങ്ങനെ പോകും വരെ മുമ്പോട്ട് പോകുക. ഫ്രണ്ട് ലൈൻ വണ്ടിയുടെ അടിയിൽ പോയാൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വണ്ടി ഈ 2 വരയുടെ നടുവിൽ ഇങ്ങനെ നിൽക്കണം. ഈ മുമ്പോട്ടെടുക്കുമ്പോൾ മാനുവൽ വണ്ടിയാണെങ്കിൽ ക്ലച്ച് ആൻഡ് ആക്സിലേറ്റർ ബാലൻസ് ചെയ്തുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് വണ്ടി മുമ്പോട്ടെടുക്കുക. വണ്ടി ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1500 RPM മുകളിൽ ആക്സിലേറ്റർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഇനി ഇതിൽ എന്ത് സംഭവിക്കുക എന്നാൽ, നിങ്ങൾ 3000 RPM മുകളിൽ ആക്സിലേറ്റർ ചെയ്താൽ ബ്രേക്ക് പെഡൽ അമർത്താൻ പ്രയാസമാവുകയും അതുമൂലം വണ്ടി പുറകോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പുറകിൽ വണ്ടി ഉണ്ടെങ്കിൽ ആക്സിഡൻ്റ് ആകാനും ചാൻസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും ആക്സിലേറ്റർ കൂട്ടരുത്. അഥവാ വണ്ടി പുറകോട്ട് വരികയാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് അമർത്തുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡീമെറിറ്റ്സ് പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, നിങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഇതൊരു ഡീമെറിറ്റ് പോയിൻ്റാണ്. നിങ്ങളുടെ വണ്ടി 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്ററിൽ പുറകോട്ട് വന്നാൽ ഡീമെറിറ്റ് പോയിൻ്റാണ്. നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് നല്ലപോലെ എടുക്കാതെ മൂവ് ചെയ്താൽ ഇതും ഒരു ഡീമെറിറ്റ് പോയിൻ്റാണ്. അഞ്ചാമത്, ഡ്രൈ സ്റ്റിയറിംഗ്. ഡ്രൈ സ്റ്റിയറിങ്ങിനെ പറ്റി സിമ്പിളായി പറഞ്ഞാൽ, നിർത്തിയിട്ട വണ്ടിയിൽ നിങ്ങൾ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുവാണെങ്കിൽ അതൊരു ഡീമെറിറ്റ് പോയിൻ്റാണ്. ഇനി ഇമ്മീഡിയറ്റ് ഫെയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വണ്ടി യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ലൈനിൻ്റെ മുകളിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. സെക്കൻഡ്, നിങ്ങളുടെ വണ്ടി 30 സെൻറ്റിമീറ്ററിൽ കൂടുതൽ പുറകോട്ട് വന്നാൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. തേർഡ്, മാനുവൽ കാർ ആണെങ്കിൽ 2 തവണ വണ്ടി നിന്ന് പോയാൽ ഇമ്മീഡിയറ്റ് ഫെയിലാണ്. നാലാമത്, 90 സെക്കൻഡ്സിൽ കൂടുതൽ സമയമെടുത്താൽ ഈ പാർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. സോ അടുത്ത പാർക്കിംഗ് എമർജൻസി ബ്രേക്കാണ്. നിങ്ങളുടെ വണ്ടി എമർജൻസി പാർക്കിംഗ് സെൻസറിൻ്റെ മുകളിൽ എത്തുമ്പോൾ ടാബ് അനൗൺസ് ചെയ്യും ഇതുപോലെ. This is the emergency brake test. ഈ ടെസ്റ്റിന് സമയം അനുവദിച്ചിട്ടുള്ളത് 90 സെക്കൻഡ്സ് ആണ്, 90 സെക്കൻഡ്. സെൻസറിൻ്റെ മുകളിൽ എത്തുമ്പോൾ ടൈം സ്റ്റാർട്ടാകും. മാനുവൽ വണ്ടിയാണെങ്കിൽ സെക്കൻഡ് ഗിയറിലായിരിക്കണം, 25 km/h ആയിരിക്കണം സ്പീഡ്. സോ ആക്സിലേറ്റർ കൊടുക്കണം. എൻട്രിയിലുള്ള വൈറ്റ് ലൈൻ കിടക്കുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ബ്രേക്ക് അമർത്തണം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൽ 2 കൈകളും ഉണ്ടായിരിക്കണം. കൈ എടുക്കാൻ പാടില്ല. കൈ എടുത്താൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. എന്നിട്ട് നിങ്ങൾ കുറച്ചു നേരം വണ്ടി നിർത്തിയതിന് ശേഷം ചുറ്റും നോക്കിക്കൊണ്ട് വണ്ടി മുമ്പോട്ടെടുക്കണം. അത്രയേ ഉള്ളൂ എമർജൻസി പാർക്കിംഗ്. ഇനി ഇതിൽ ഇമ്മീഡിയറ്റ് ഫെയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എൻട്രി ലൈനിൽ ടച്ച് ചെയ്യും മുമ്പ് നിങ്ങൾ 20ൽ താഴെ സ്പീഡിലാണെങ്കിൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. ടെസ്റ്റ് കഴിയും മുമ്പേ നിങ്ങൾ എക്സിറ്റ് ലൈൻ ടച്ച് ചെയ്താൽ
ഇമ്മീഡിയറ്റ് ഫെയിലാണ്. മൂന്നാമത് എൻട്രി ലൈനിന് മുമ്പ് അല്ലെങ്കിൽ ബീപ്പ് സൗണ്ട് കേൾക്കും മുമ്പ് നിങ്ങൾ ബ്രേക്ക് അമർത്തിയാൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. നാലാമത് മാനുവൽ കാർ ആണെങ്കിൽ ബ്രേക്കിന് മുമ്പ് ക്ലച്ച് അമർത്തിയാൽ, ശ്രദ്ധിക്കണം, മാനുവൽ കാർ ആണെങ്കിൽ ബ്രേക്കിന് മുമ്പ് നിങ്ങൾ ക്ലച്ച് അമർത്തിയാൽ അല്ലെങ്കിൽ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ഒരേ സമയത്ത് അമർത്തി കഴിഞ്ഞാൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ബ്രേക്ക് അമർത്തണം. എമർജൻസിയുടെ അടുത്ത് എന്താ? എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ബ്രേക്ക് അമർത്തും. സോ ബ്രേക്ക് അമർത്തുക. അഞ്ചാമത് ബ്രേക്ക് അമർത്താതെ എക്സിറ്റ് ലൈനിൽ ടച്ച് ആയാൽ അഥവാ എക്സിറ്റ് ലൈൻ ക്രോസ് ചെയ്താൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. ആറാമത് പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ അകത്ത് വണ്ടി നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫെയിലാണ്. ഏഴാമത് രണ്ട് കൈകളും കൊണ്ട് സ്റ്റിയറിംഗ് വീൽ പിടിച്ചില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫെയിലാണ്. എട്ടാമത് മാനുവൽ കാറ് ശരിയായ രീതിയിൽ ക്ലച്ച് അമർത്താതെ 2 തവണയായി കൂടുതൽ വണ്ടി നിന്ന് പോയാൽ ഇമ്മീഡിയറ്റ് ഫെയിലാണ്. ഒമ്പതാമതിൽ ഇത് സമയം അനുവദിച്ചത് 90 സെക്കൻഡാണ്, 90 സെക്കൻഡ്സ്. ഇതിൽ നിങ്ങൾ കൂടിയാൽ ഇമ്മീഡിയറ്റ് ഫെയിലാണ്. അപ്പോൾ നമുക്കിനി പാരലൽ പാർക്കിങ്ങിനെ കുറിച്ച് നോക്കാം. നിങ്ങളുടെ വണ്ടി പാരലൽ പാർക്കിംഗ് സെൻസറിൻ്റെ മുകളിൽ എത്തുമ്പോൾ ടാബ് അനൗൺസ് ചെയ്യും ഇതുപോലെ. This is the parallel parking ഈ test. ടെസ്റ്റിന് സമയം അനുവദിച്ചിട്ടുള്ളത് 5 മിനിറ്റ് ആണ്. നിങ്ങൾ പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ കുറച്ച് ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് വണ്ടി പൊസിഷൻ ചെയ്യണം. എന്നിട്ട് പാർക്കിംഗ് ബേയെ നിങ്ങളുടെ റൈറ്റ് സൈഡിലെ കണ്ണാടിയിൽ കാണത്തക്ക വിധം പൊസിഷൻ ചെയ്യണം വണ്ടി. ആദ്യം റൈറ്റ് ഇൻഡിക്കേറ്റർ വേണം. സേഫ്റ്റി ചെക്ക് ചെയ്യണം. സേഫ്റ്റി ചെക്ക് ഞാൻ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യണം, ലെഫ്റ്റ് ഡോർ മിറർ ചെക്ക് ചെയ്യണം, സെൻറ്റർ മിറർ ചെക്ക് ചെയ്യണം, റൈറ്റ് ഡോർ മിറർ ചെക്ക് ചെയ്യണം, റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യണം, എന്നിട്ട് റിയർ വിൻഡ് സ്ക്രീൻ ഇതുപോലെ ചെക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് പതിയെ റിവേഴ്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് റെഫറൻസ് പോയിൻ്റ് എന്തെന്നാൽ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് സൈഡിലെ കണ്ണാടിയിൽ ഇതുപോലെ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ടേൺ നിങ്ങൾക്ക് കാണാം. ഈ പാർക്കിംഗ് കർവ് മായുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് വീൽ കംപ്ലീറ്റായി തിരിക്കുക. എന്നിട്ട് പതിയെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ കണ്ണാടിയിൽ പാർക്കിംഗ് ബേ കാണാൻ തുടങ്ങും ഇതുപോലെ. ഇനി സെക്കൻഡ് പോയിന്റ് ഓഫ് ടേൺ എന്തെന്നാൽ നിങ്ങൾ ഇതുപോലെ പാർക്കിംഗ് ബേയുടെ കോർണർ കാണുമ്പോൾ, ഈ മൂല കാണുമ്പോൾ ലെഫ്റ്റിൽ നിങ്ങൾ സേഫ്റ്റി ചെക്ക് ചെയ്യണം. അതായത് ഷോൾഡർ ആൻഡ് മിറർ ചെക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് സ്റ്റിയറിംഗ് വീൽ തിരിക്കുകയും വേണം. വീഡിയോയിൽ കാണുന്നത് പോലെ നോക്കുക. ഫ്രണ്ട് ഡോർ ഹാൻഡിലിൻ്റെ മുകളിൽ ഈ വൈറ്റ് ലൈൻ കാണുമ്പോൾ സ്റ്റിയറിംഗ് കംപ്ലീറ്റായി ലെഫ്റ്റിലേക്ക് തിരിക്കണം. എന്നിട്ട് പതിയെ റിവേഴ്സ് ചെയ്തുകൊണ്ട് പാർക്കിംഗ് ബേയുടെ വെളിയിൽ വണ്ടി പോകാതെ സൂക്ഷിക്കുകയും വേണം. എന്നിട്ട് വണ്ടി പൊസിഷനിൽ നിർത്തണം. ഇതുപോലെ 2 കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് ലൈൻസ് ഇതുപോലെ കാണാൻ സാധിക്കും. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടുക. മാനുവൽ വണ്ടിയാണെങ്കിൽ ന്യൂട്രൽ ഗിയറിൽ മാറ്റുക. ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ P അഥവാ പാർക്കിംഗ് ഗിയറിലേക്ക് മാറ്റുക. അപ്പോൾ തന്നെ ടാബിൽ നിന്ന് ഒരു ശബ്ദം വരും ഇങ്ങനെ, Exit from the parking bay. അപ്പോൾ നിങ്ങൾ ഫോർവേഡ് ഗിയറിൽ വണ്ടി ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അതായത് D ഓട്ടോമാറ്റിക്കിന് വേണ്ടിയും ഫസ്റ്റ് ഗിയർ മാനുവൽ വേണ്ടിയും. എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇതുപോലെ ഇടുക. അതിനുശേഷം സേഫ്റ്റി ചെക്ക് ചെയ്യുക. അതായത് റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട്, റൈറ്റ് മിറർ ചെക്ക്, സെൻറ്റർ മിറർ ചെക്ക്, ലെഫ്റ്റ് മിറർ ചെക്ക്, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്. എന്നിട്ട് സേഫ് ആണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് പതിയെ പാർക്കിംഗ് ബേയിൽ നിന്ന് വെളിയിലേക്ക് നീങ്ങുക. വെളിയിൽ വരുമ്പം വണ്ടിയുടെ റൈറ്റ് സൈഡ് പില്ലർ ഇതുപോലെ യെല്ലോ ലൈനിൽ വരുമ്പോൾ സ്റ്റിയറിംഗ് വീൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇതിൽ തെറ്റ് വരാൻ സാധ്യതയുള്ളത് നിങ്ങൾ റെഫറൻസ് പോയിന്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ സെൻറ്റർ മിററിൽ നിങ്ങൾ നോക്കാൻ വിട്ടുപോവുകയും പുറകിൽ വരുന്ന വണ്ടിയുമായി കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലായിടത്തും നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഡീമെറിറ്റ്സ് പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് ബേയിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ ഇതൊരു ഡീമെറിറ്റ് പോയിന്റ് ആണ്. പാർക്കിംഗ് ബേയിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ സേഫ്റ്റി ചെക്ക് ചെയ്തില്ലെങ്കിൽ ഡീമെറിറ്റ് പോയിന്റ് ആണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് മിറർ ചെക്ക് ചെയ്യുക, റിയർ വിൻഡ് സ്ക്രീൻ ചെക്ക് ചെയ്യുക. അതുപോലെ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഷോൾഡർ ചെക്ക് ചെയ്തില്ലെങ്കിലും ഇതൊരു ഡീമെറിറ്റ് പോയിന്റ് ആണ്. മൂന്നാമത് ഡ്രൈ സ്റ്റിയറിംഗ് ചെയ്താൽ, സിമ്പിളായി പറഞ്ഞാൽ
വണ്ടി നിർത്തി സ്റ്റിയറിംഗ് വളച്ചാൽ, നാലാമത് അഡീഷണൽ മൂവ് ചെയ്താൽ, അഞ്ചാമത് പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തതിനു ശേഷം മാനുവൽ ആണെങ്കിൽ ന്യൂട്രൽ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ പിയിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു ഡീമെറിറ്റ് പോയിൻ്റാണ്. ആറാമത് ഹാൻഡ് ബ്രേക്ക് എടുക്കാതെ വണ്ടി മുമ്പോട്ട് എടുത്താൽ ഡീമെറിറ്റ് പോയിൻ്റാണ്. ഇനി ഇതിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഫെയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പാർക്കിംഗ് ലൈനിൽ ഏത് സൈഡ് ടച്ച് ആയാലും ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിലാണ്. സെക്കൻഡ്, പാർക്കിംഗ് ബേയിൽ നിന്നും വെളിയിൽ നിർത്തിയാൽ. തേർഡ്, മാനുവൽ കാറാണെങ്കിൽ ശരിയായ രീതിയിൽ ക്ലച്ച് അമർത്താതെ 2 തവണ വണ്ടി നിന്ന് പോയാൽ. നാലാമത്, പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ. അഞ്ചാമത്, പാരലൽ പാർക്കിംഗ് റിവേഴ്സിന് പകരം നിങ്ങൾ മുമ്പിൽ നിന്ന് ചെയ്താൽ. ആറാമത്, 5 മിനിറ്റ്സ് ആണ് ഇത് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ നിങ്ങൾ സമയമെടുത്താൽ ഇതൊരു ഇമ്മീഡിയറ്റ് ഫെയിൽ ആണ്. അപ്പോൾ നമുക്കിനി ആംഗിൾ പാർക്കിങ്ങിനെ കുറിച്ച് നോക്കാം. ഈ പാർക്കിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പാർക്കിംഗ് ബേയിൽ മുമ്പോട്ട് പോയി 60 ഡിഗ്രിയിൽ ഈ 2 വരയുടെ നടുവിൽ പാർക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ വണ്ടി ആംഗിൾ പാർക്കിംഗ് സെൻസറിൻ്റെ മുകളിൽ എത്തുമ്പോൾ ടാബ് ഇതുപോലെ അനൗൺസ് ചെയ്യും. This is the angle parking test. ഈ ടെസ്റ്റിന് സമയം അനുവദിച്ചിട്ടുള്ളത് 2 മിനിറ്റ്സ് ആണ്. നിങ്ങൾ പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ സെൻറ്റർ ലൈനിൻ്റെ വളരെ അടുത്ത് വണ്ടി പൊസിഷൻ ചെയ്യുക. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലെ കണ്ണാടിയിൽ കാണണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ ടൈം സ്റ്റാർട്ടാകും. സോ നിങ്ങൾ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സേഫ്റ്റി ചെക്ക് ചെയ്യുക. അതായത് ലെഫ്റ്റ് ഡോർ മിറർ, സെൻറ്റർ മിറർ, റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട്. എന്നിട്ട് പതിയെ നിങ്ങൾ മുമ്പോട്ട് വണ്ടി എടുക്കുക. ഇതിൻ്റെ റെഫറൻസ് പോയിൻ്റ് എന്തെന്നാൽ റൈറ്റ് സൈഡിലുള്ള പാർക്കിംഗ് ലൈൻ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ഈ കണ്ണാടിയിൽ കാണുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് വീല് റൈറ്റിലേക്ക് ഫുള്ളായി തിരിക്കുക. സെക്കൻഡ് റെഫറൻസ് പോയിൻ്റ് എന്തെന്നാൽ ലെഫ്റ്റ് സൈഡിൻ്റെ ഡോർ ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിലെ യെല്ലോ ലൈനിനെത്തുമ്പോൾ ഇതുപോലെ അപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ തിരിച്ച് സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ട് തിരിക്കുക. തേർഡ് റെഫറൻസ് പോയിൻ്റ് എന്തെന്നാൽ ബാക്ക് സൈഡിലെ വൈറ്റ് പാർക്കിംഗ് ലൈൻ ഡ്രൈവർ സൈഡിലെ ലെഫ്റ്റ് ഡോറിൻ്റെയോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മിററിൻ്റെ താഴെ ഇതുപോലെ വരുമ്പോൾ വണ്ടി നിർത്തുക. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടുക. മാനുവൽ വണ്ടിയാണെങ്കിൽ ന്യൂട്രൽ ഗിയറിൽ മാറ്റുക. ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ പി അഥവാ പാർക്കിംഗ് ഗിയറിലേക്ക് മാറ്റുക. അപ്പോൾ തന്നെ ടാബ് അനൗൺസ് ചെയ്യും എക്സിറ്റ് ചെയ്യാമെന്ന്. ഇതുപോലെ Exit from the parking bay. To exit. അപ്പോൾ റിവേഴ്സ് ഗിയറിൽ ഇടുക. എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. അതിനുശേഷം സേഫ്റ്റി ചെക്ക് ചെയ്യുക. അതായത് ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് ഡോർ മിറർ, സെൻറ്റർ മിറർ, റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട്, റൈറ്റ് വിൻഡ് സ്ക്രീൻ. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ശേഷം പതിയെ പാർക്കിംഗ് ബേയിൽ നിന്നും വെളിയിൽ ഇറങ്ങുക. വെളിയിൽ വരുമ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് യെല്ലോ ലൈൻ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ നേരെ വരുമ്പോൾ സ്റ്റിയറിംഗ് വീൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. അപ്പോൾ നിങ്ങൾ പാർക്കിംഗ് ബേയിൽ നിന്ന് എക്സിറ്റ് ആകും. എന്നിട്ട് ലെഫ്റ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകുക. ഇനി ഇതിന് ഡിമെറിറ്റ്സ് പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പാർക്കിംഗ് ബേയിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ. സെക്കൻഡ്, പാർക്കിംഗ് ബേയിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ സേഫ്റ്റി ചെക്ക് ചെയ്തില്ലെങ്കിൽ. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിറർ ചെക്ക് ചെയ്യണം, റിയർ വിൻഡ് സ്ക്രീൻ, അതുപോലെ എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് ഷോൾഡർ ചെക്ക് ചെയ്തില്ലെങ്കിലും ഡിമെറിറ്റ്സ് പോയിൻ്റാണ്. മൂന്നാമത്, ഡ്രൈ സ്റ്റിയറിംഗ് ചെയ്താൽ, സിമ്പിളായി പറഞ്ഞാൽ നിർത്തിയിട്ട വണ്ടിയുടെ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചാൽ. നാലാമത്, അഡീഷണൽ മൂവ് ചെയ്താൽ. അഞ്ചാമത്, പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തതിനു ശേഷം മാനുവൽ ആണെങ്കിൽ ന്യൂട്രൽ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ പിയിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ. ആറാമത്, ഹാൻഡ് ബ്രേക്ക് എടുക്കാതെ വണ്ടി മുമ്പോട്ടെടുത്താൽ. ഇനി ഇമ്മീഡിയറ്റ് ഫെയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പാർക്കിംഗ് ലൈനിൽ ഏത് സൈഡ് ടച്ച് ആയാൽ. സെക്കൻഡ്, പാർക്കിംഗ് ബേയിൽ നിന്നും വെളിയിൽ നിർത്തിയാൽ. തേർഡ്, മാനുവൽ കാർ ആണെങ്കിൽ ശരിയായ രീതിയിൽ ക്ലച്ച് അമർത്താതെ 2 തവണ വണ്ടി നിന്ന് പോയാൽ. ഫോർത്ത്, പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ. ഫിഫ്ത്ത്, ആംഗിൾ പാർക്കിംഗ് മുന്നിൽ നിന്ന് ചെയ്യുന്നതിന് പകരം റിവേഴ്സായി പാർക്ക് ചെയ്താൽ. സിക്സ്ത്, 2 മിനിറ്റ്സിൽ കൂടുതൽ നിങ്ങൾ സമയമെടുത്താൽ. അപ്പോൾ നമുക്കിനി ഗരാജ് പാർക്കിങ്ങിനെ കുറിച്ച് നോക്കാം. നിങ്ങളുടെ വണ്ടി ഗരാജ് പാർക്കിംഗ് സെൻസറിന്റെ മുകളിൽ എത്തുമ്പോൾ ടാബ് അനൗൺസ് ചെയ്യും ഇതുപോലെ. This is the garage parking test. ഈ ടെസ്റ്റിന് സമയം അനുവദിച്ചിട്ടുള്ളത് വെറും 3 മിനിറ്റ്സ് ആണ്. നിങ്ങൾ പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ സെൻറ്റർ ലൈനിൻ്റെ വളരെ അടുത്ത് വണ്ടി പൊസിഷൻ ചെയ്യുക. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലെ കണ്ണാടിയിൽ ഇങ്ങനെ കാണണം. എന്നിട്ട് കുറച്ച് മുന്നിലോട്ട് പോകുക. എന്നിട്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിലെ കണ്ണാടിയിൽ പാർക്കിംഗ് ബേ ഇതുപോലെ കണ്ടിരിക്കണം. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ തന്നെ ടൈം സ്റ്റാർട്ടാകും.
ആദ്യം നിങ്ങൾ റൈറ്റ് ഇൻഡിക്കേറ്റർ വേണം, സേഫ്റ്റി ചെക്ക് ചെയ്യണം. അതായത് ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്, ലെഫ്റ്റ് ഡോർ മിറർ, സെൻറ്റർ മിറർ, റൈറ്റ് ഡോർ മിറർ, റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട്, റിയർ വിൻഡ് സ്ക്രീൻ. എന്നിട്ട് പതിയെ റിവേഴ്സ് ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് റെഫറൻസ് പോയിൻ്റ് എന്തെന്നാൽ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ സെക്കൻഡ് പാർക്കിംഗ് ബേയുടെ കോർണർ പറഞ്ഞ ഈ മൂല കാണുമ്പോൾ ഇതുപോലെ, അപ്പോൾ ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് നോക്കണം. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് വീൽ കംപ്ലീറ്റായി തിരിക്കുക. എന്നിട്ട് പതിയെ റിവേഴ്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രണ്ട് സൈഡ് കണ്ണാടിയിൽ കൂടി നോക്കണം നിങ്ങളുടെ വണ്ടി സെൻറ്റർ പൊസിഷനിൽ ആണോ എന്ന്. പാർക്കിങ്ങിൽ കയറുമ്പോൾ വണ്ടി സെൻറ്ററിലാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് ലെഫ്റ്റിലേക്ക് സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് തിരിക്കുക. ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കുമ്പോൾ താഴെ കാണുന്ന ഈ യെല്ലോ ലൈൻ വരുന്നത് വരെയും നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ വണ്ടി നിർത്തുക. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടുക. മാനുവൽ വണ്ടിയാണെങ്കിൽ ന്യൂട്രൽ ഗിയറിലേക്ക് മാറ്റുക, ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ പി അഥവാ പാർക്കിംഗ് ഗിയറിലേക്ക് മാറ്റുക. അപ്പോൾ തന്നെ ടാബ് അനൗൺസ് ചെയ്യും എക്സിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് ഇൻഡിക്കേറ്റർ വേണം, ഫോർവേഡ് ഗിയറിൽ അതായത് ഫസ്റ്റ് ഗിയറിൽ ഇടുക. എന്നിട്ട് സേഫ്റ്റി ചെക്ക് ചെയ്യുക. അതായത് റൈറ്റ് ബ്ലൈൻഡ് സ്പോട്ട്, റൈറ്റ് ഡോർ മിറർ, സെൻറ്റർ മിറർ, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട്. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മുമ്പോട്ട് പോകുക. അതിനുശേഷം സേഫ്റ്റി ചെക്ക് ചെയ്തുകൊണ്ട് പതിയെ പാർക്കിംഗ് ബേയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുക. വെളിയിൽ വരുമ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ യെല്ലോ ലൈൻ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഷോൾഡറിൻ്റെ നേരെ വരുമ്പോൾ സ്റ്റിയറിംഗ് വീൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇതുപോലെ. അപ്പോൾ നിങ്ങൾ പാർക്കിംഗ് ബേയിൽ നിന്നും എക്സിറ്റ് ആകും. ഇനി ഇതിൽ ഡിമെറിറ്റ്സ് പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർക്കിംഗ് ബേയിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ. സെക്കൻഡ്, പാർക്കിംഗ് ബേയിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ സേഫ്റ്റി ചെക്ക് ചെയ്തില്ലെങ്കിൽ, അതായത് ലെഫ്റ്റ് റൈറ്റ് മിറേഴ്സ്, റിയർ വിൻഡ് സ്ക്രീൻ, അതുപോലെ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഷോൾഡർ ചെക്ക് ചെയ്തില്ലെങ്കിലും. മൂന്നാമത് ഡ്രൈ സ്റ്റിയറിംഗ് ചെയ്താൽ, അതിൻ്റെ സിമ്പിളായി പറയുവാണെങ്കിൽ നിർത്തിയിട്ട വണ്ടിയുടെ സ്റ്റിയറിംഗ് വളച്ചാൽ. നാലാമത് അഡീഷണൽ മൂവ് ചെയ്താൽ. അഞ്ചാമത് പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തതിന് ശേഷം മാനുവൽ ആണെങ്കിൽ ന്യൂട്രൽ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ പിയിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ. ആറാമത് ഹാൻഡ് ബ്രേക്ക് എടുക്കാതെ വണ്ടി മുമ്പോട്ടെടുത്താൽ. ഇനി ഇതിൽ ഇമ്മീഡിയറ്റ് ഫെയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം, പാർക്കിംഗ് ലൈനിൽ ഏത് സൈഡ് ടച്ച് ആയാൽ. സെക്കൻഡ്, പാർക്കിംഗ് ബേയിൽ നിന്നും വെളിയിൽ നിർത്തിയാൽ. തേർഡ്, മാനുവൽ ആണെങ്കിൽ ശരിയായ രീതിയിൽ ക്ലച്ച് അമർത്താതെ 2 തവണ വണ്ടി നിന്ന് പോയാൽ. ഫോർത്ത്, പാർക്കിംഗ് ബേയിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ. ഫിഫ്ത്ത്, ഗാരേജ് പാർക്ക് റിവേഴ്സിന് പകരം മുമ്പിൽ നിന്ന് ചെയ്താൽ. ആറാമത്, 3 മിനിറ്റ്സിൽ കൂടുതൽ സമയമെടുത്താൽ. അങ്ങനെ നിങ്ങൾ എല്ലാം പാർക്കിംഗ് മെനൂവർ, അതായത് എല്ലാം പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാർക്കിംഗ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുക. അപ്പോൾ ടാബ് അനൗൺസ് ചെയ്യും ഇങ്ങനെ: ഫിനിഷിംഗ് പോയിന്റിൽ അവസാനം സൂക്ഷിക്കേണ്ടത് വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഇടുക. എന്നിട്ട് മാനുവൽ ആണെങ്കിൽ ന്യൂട്രൽ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ പിയിലേക്ക്, അതായത് പാർക്കിംഗ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും എൻജിൻ ഓഫ് ആക്കരുത്. വണ്ടിയിൽ നിന്നും ഇങ്ങനെ ശബ്ദം വരണം: The test has finished. Please collect test results from the waiting room. Goodbye. അപ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഊരുക, വണ്ടിയുടെ ഡോർ തുറക്കുക. നിങ്ങൾ ഇങ്ങനെ ശബ്ദം വരുന്നതിന് മുമ്പ് വണ്ടിയുടെ ഡോർ തുറന്നാൽ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഊരിയാൽ ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. അവസാനം വണ്ടിയിൽ നിന്ന് ഇറങ്ങി റിസൾട്ട് വാങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്. അടുത്ത വീഡിയോയിൽ കാണാം.